മോദിയുടെ യുഗം അവസാനിക്കുകയാണോ? ഈ ചോദ്യം ചോദിക്കുന്നത് CJP പാർട്ടിയുടെ, കോക്രച്ച് ജനതാ പാർട്ടിയുടെ പാറ്റ സമരത്തിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ല. അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട. മറ്റ് ചില രാഷ്ട്രീയ അന്തർനാടകങ്ങളും അടിയൊഴുക്കുകളും രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോട്ട് നിരോധനം വന്നപ്പോൾ RSSുമായും സംഘപരിവാറുമായും മോദി അകന്നു എന്നൊരു വാർത്ത വളരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ പടർന്നു. അതിനുശേഷം മോദി സ്പെഷ്യലായി നാഗ്പൂർ സന്ദർശിക്കുകയും ചെയ്തു. ഇപ്പോൾ വരുന്ന വാർത്ത, മോഹൻ ഭഗവത് ഏത് സാഹചര്യത്തിലാണ് പരസ്യമായി മോദിയെ ഗവൺമെന്റിനെ തള്ളി പറഞ്ഞത്? നിങ്ങൾ ആജ്ഞാപിക്കാൻ നിൽക്കണ്ട, അനുസരിപ്പിക്കാൻ നിൽക്കണ്ട, വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വാക്കുകൾ കേൾക്കൂ, അവരുടെ ശബ്ദം കേൾക്കൂ എന്ന് പരസ്യമായി എന്തിനാണ് മോദിയെ ഉപദേശിച്ചത്? കൃത്യമായ ചോദ്യമാണ്. രണ്ടാമത് വരുന്ന രാഷ്ട്രീയ ചോദ്യം, മോദിയും യോഗി ആദിത്യനാഥുമായി തെറ്റിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് UPയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് യോഗി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്നാൽ 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ആവശ്യമായ വോട്ട് വാങ്ങി കൊടുക്കുന്നതിൽ, സീറ്റ് നേടിക്കൊടുക്കുന്നതിൽ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞില്ല. അവിടെ വെച്ചവർ വേർപിരിയുകയാണ്. രാമക്ഷേത്ര വിഷയം കൂടെ വന്നപ്പോൾ കൃത്യമായി മോദി യോഗി ആദിത്യനാഥ് അച്യുതണ്ട് വഴി പിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ CJPയുടെ സമരം കൂടിയാകുമ്പോൾ, രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിൻ്റെ ഊർജം ഒരിരട്ടി കൂടി വർദ്ധിക്കുമ്പോൾ, നേരത്തെ വനിതാ ബില്ല് പരാജയപ്പെടുത്തുന്നതിൽ അവരുടെ ഊർജം നമ്മൾ കണ്ടതാണ്. അതുപോലെ മറ്റൊരു ഊർജത്തിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷം പോയാൽ, CJP പോലുള്ള സംവിധാനത്തിൻ്റെ ശക്തമായ പിന്തുണ കിട്ടിയാൽ, സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഇന്ത്യയിൽ വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. 15 വർഷം ഭരിച്ചു കഴിയുന്ന മോദി ഇനി മത്സരിക്കുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മോദിയുടെ യുഗം കഴിഞ്ഞാൽ ആരാണ് അടുത്ത് നയിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മോദി എടുക്കുന്ന തന്ത്രം, ഇപ്പോൾ വരാൻ പോകുന്ന ഈ മന്ത്രിസഭ പുനഃസംഘടനയിൽ അമിത്ഷാ ഉപപ്രധാനമന്ത്രിയായി, ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായി അമിത്ഷായെ വയ്ക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഡൽഹിയിൽ അരങ്ങേറുന്നത്. അങ്ങനെയാണെങ്കിൽ അമിത്ഷായെ വെച്ചുകൊണ്ട് മുൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ശക്തികാന്തിനെ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കിക്കൊണ്ട് നിർമ്മല സീതാരാമന് മറ്റൊരു വകുപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ പീയൂഷ് ഗോയലിന് ധനകാര്യ വകുപ്പ് കൊണ്ടും വിദ്യാഭ്യാസ വകുപ്പ് ഒരുപക്ഷെ നിർമ്മല സീതാരാമന് കൊടുത്തുകൊണ്ടും വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനാണ് ഡൽഹി ഗവൺമെൻറ് ആലോചിക്കുന്നത്. BJP ആലോചിക്കുന്നത് ജോർജ് കുര്യന് പകരമുള്ള മന്ത്രിയെ കണ്ടെത്തണം. ഞാൻ ഈ പറഞ്ഞതുപോലെ മന്ത്രിസഭ അടിമുടി പൊളിച്ചെഴുതാനുള്ള എല്ലാ സാധ്യതയും. ഇന്നലെ മറ്റൊരു മന്ത്രി രാജിവെച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, 2 മന്ത്രിമാർ രാജിവെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അവർക്ക് പകരം ആളെടുക്കണം, അവരെ പോർട്ട്ഫോളിയോയിൽ ആളെ കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ 2027-ലെ UP തെരഞ്ഞെടുപ്പ് ഒരു വാട്ടർലൂ ആകുമോ BJPയുടെ? അത് ഒരു മാഗ്ന കാർട്ടയായി, ഒരു ബേസായി 2029-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനശിലയായി 27-ലെ യോഗി ആദിത്യനാഥിൻ്റെ UPയിലെ തെരഞ്ഞെടുപ്പ് മാറുമോ എന്നത് വലിയ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മോദിയുടെ യുഗം അവസാനിക്കുകയാണോ? 47 മുതൽ 75 ആയപ്പോൾ, 77 വരെ പോയില്ല, 28 വർഷമായപ്പോൾ ആദ്യത്തെ കോൺഗ്രസിൻ്റെ യുഗം അവസാനിച്ചുവെങ്കിൽ പിന്നെ ഇങ്ങോട്ട് യുഗമൊന്നുമില്ല ആർക്കും. മാറിയും തിരിഞ്ഞുമാണ് കഴിഞ്ഞ 50 വർഷക്കാലമായി ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വന്നു, രാജീവ് ഗാന്ധി വന്നു, മൻമോഹൻ സിംഗ് വന്നു, VP സിംഗ് വന്നു, പിന്നെ നരസിംഹറാവു വന്നു, പിന്നെ ഇങ്ങനെ പല ആളുകളും വന്നു, പിന്നെ മോഡി 15 വർഷമായിട്ട് മോഡി വന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 50 വർഷമായി 75 വരെ, അതായത് 1947 മുതൽ 75 വരെ കോൺഗ്രസിൻ്റെ ചോദ്യം ചെയ്യാത്ത യുഗമായിരുന്നെങ്കിൽ 75-ന് ശേഷം പിന്നെ ഇങ്ങോട്ട് കണ്ടത് 2020 കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ വരെ, അല്ലെങ്കിൽ 13 വർഷം മുമ്പ് വരെ
കണ്ടിരുന്ന കാഴ്ച കോൺഗ്രസും ജനതാ പാർട്ടിയൊക്കെ മാറി മാറി വരുന്ന കാഴ്ചയാണ്. ഇപ്പോൾ മോദി യുഗമാണ്, BJP യുഗമാണ്. 2047 വികസിത ഭാരതം എന്ന് പറഞ്ഞ് അടുത്ത 20 വർഷം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏകദേശം 4 ഗവൺമെൻറ് കൂടി മുന്നോട്ട്, 5 വർഷം വെച്ച് 4 ഗവൺമെൻറ്റിനെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ BJP കച്ച കെട്ടുമ്പോൾ, അതിനുള്ള സന്നാഹം BJP നടത്തുമ്പോൾ മോദിയുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ബഹുമുഖമായിട്ടുള്ള രാഷ്ട്രീയ കാര്യം. അമിത്ഷാ കൂടെ ഉണ്ട് എങ്കിലും മോദി അമിത്ഷാ അച്യുതണ്ടിന് മാത്രമായി രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഫട്നാവിസിനെ, അതായത് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയെ ഡൽഹിയിലോട്ട് അയക്കണം, അല്ലെങ്കിൽ ഡൽഹിയിലോട്ട് വിളിക്കണം എന്നുള്ള ചിന്ത BJPയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ടയായി നിൽക്കുന്നു. അപ്പോൾ പുതിയ രൂപത്തിലുള്ള പുതിയ അജണ്ടകളാണ് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മോദിയുടെ യുഗം കഴിയുകയാണോ? എന്തായാലും മോദിയുടെ ഗ്ലാമറിന് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വലിയ മങ്ങലേറ്റിട്ടുണ്ട്. വളരെ വലിയ ഗ്രാഫാണ് താഴേക്ക് പോയിരിക്കുന്നത്. ഇനി ഈ ഗ്രാഫ് ഉയർത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പൊളിറ്റിക്കലായി. കാരണം ഇപ്പുറവശത്ത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വലിയ ജനകീയ കൂട്ടായ്മ രൂപപ്പെട്ട് കഴിഞ്ഞു, രാജ്യത്ത് അതിശക്തമായി രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മോദിയുടെ ഇനിയുള്ള നാളുകൾ എത്ര പെട്ടെന്ന് തീരുമോ, എണ്ണപ്പെടുമോ, മോദിയുടെ യുഗം കഴിയുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് രാജ്യം പോകുന്നത്. മോദി യുഗം അവസാനിച്ചുവോ?